2 ദിവസം മുൻപാണ് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയ്ക്കെതിരെ എം എ ഷഹനാസ് രംഗത്തെത്തിയത്. വലിയൊരു ആരോപണവുമായി തന്നെയാണ് എം എ ഷഹനാസ് രംഗത്തെത്തിയത്. ആരോപണം മറ്റൊന്നുമല്ല, ശ്രീനാഥ് ദേവി കള്ളമായ രീതിയിൽ കള്ള റേഷൻ കാർഡ് ഉണ്ടാക്കിയെന്നും കള്ള വോട്ടേഴ്സ് ID ഉണ്ടാക്കിയെന്നും അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിന്നത് എന്നുള്ള ആരോപണമൊക്കെയാണ് ശ്രീനാഥ് ദേവിക്കെതിരെ എം എ ഷഹനാസ് നൽകിയിട്ടുള്ള പരാതി അല്ലെങ്കിൽ ഉയർത്തുന്ന ആക്ഷേപം. ഇതിനെതിരെ ഇപ്പോഴത്തെ നടപടി വരികയാണ്. ഈ നടപടിക്കെതിരെ പ്രതികരണവുമായി ശ്രീനാഥ് ദേവി തന്നെ രംഗത്ത് വരുന്നു. ഈ ശ്രീനാഥ് ദേവി ഇതുവരെയും എം എ ഷഹനാസിന്റെ ഈ ആരോപണത്തോട് പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഈ നടപടിക്കെതിരെ ഇപ്പോഴത്തെ പ്രതികരണവുമായി വരികയാണ്. ഒപ്പം രാഹുൽ ഈശ്വർ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയെ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് റേഷൻ കാർഡിൽ വ്യാജമായി പേരു ചേർത്താണ് എന്നാണ് പരാതി. ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയുടെ പേര് ചേർത്തത് കാർഡ് ഉടമയുടെ ഭർത്തൃ സഹോദരിയുടെ മകൾ എന്ന് സൂചിപ്പിച്ചാണെന്നും എന്നാൽ കാർഡ് ഉടമയ്ക്കും ഭർത്തൃ സഹോദരിയോ മകളോ ഇല്ലെന്നും പരാതിയിൽ പറയുന്നു. കാർഡ് ഉടമ 2024 സെപ്റ്റംബർ 18 മരിച്ചുവെന്നും പരാതിയിലുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയുടെ പേര് വെട്ടാൻ അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ഉത്തരവിട്ടു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമാണ് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ. തുവയൂർ സ്വദേശികൾ നൽകിയ പരാതിയിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരെയുള്ള നടപടി. ഈ വിലാസത്തിൽ നിലവിൽ താമസക്കാരില്ലാത്തതിനാൽ റേഷൻ കാർഡ് റദ്ദാക്കാനും ഉത്തരവിട്ടു. അതേസമയം വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ പ്രതികരിച്ചു. നിലവിൽ ഈ വിലാസത്തിലുള്ള വസ്തുവിൽ തനിക്കും അവകാശമുണ്ട്. മുൻപ് CPI നേതാവായി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചപ്പോഴും ഇതേ വിലാസത്തിലായിരുന്നു റേഷൻ കാർഡ്. അന്ന് ആർക്കും പ്രശ്നമില്ലായിരുന്നു. സപ്ലൈ ഓഫീസർ CPI നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ നടപടിയെടുത്തതെന്നും ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ പ്രതികരിച്ചിട്ടുണ്ട്. ഇനി കുഞ്ഞമ്മ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമുക്കൊന്ന് വായിക്കാം. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോടും CPIയുടെ സിവിൽ സപ്ലൈസ് വകുപ്പിനോടും കേരളത്തിൽ റേഷൻ കിട്ടാത്ത ഒരേ ഒരു ജനപ്രതിനിധിയായി എന്നെ പ്രഖ്യാപിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഒപ്പ് എന്നാണ് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ ഇട്ടിരിക്കുന്ന പോസ്റ്റ്. തീർച്ചയായും കുഞ്ഞമ്മ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതിയിൽ തെറ്റായ രീതിയിലാണ് കാർഡ് വ്യാജ കാർഡാണ് ചമച്ചത് എങ്കിൽ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നേരത്തെയും മത്സരിച്ചപ്പോഴും അതായത് CPI നേതാവായി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചപ്പോഴും ഇതേ വിലാസം തന്നെയായിരുന്നു റേഷൻ കാർഡ് ഉണ്ടായിരുന്നത്. അന്നൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള ഷഹനാസ് ഉന്നയിച്ച പരാതിയിൽ മേലുള്ള നടപടി എന്ന് പറയുന്നു. ഈ ഒരു വിഷയത്തിൽ വന്നിരിക്കുന്ന പ്രതികരണം കൂടി നമുക്ക് നോക്കാം. നിലവിൽ ഇവർ കോൺഗ്രസുകാരി ആണെങ്കിലും ആരോപണം വ്യക്തിപരമാണെങ്കിലും മറുപടി പറയേണ്ടത് ഇടതുപക്ഷമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിച്ചപ്പോഴും ഇതേ രേഖകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടുമ്പോൾ ട്രൗസർ, നിങ്ങൾ ഇടുമ്പോൾ വള്ളിക്കളസം നിലപാടാണോ എന്ന് പറയേണ്ടത് LDF തന്നെയാണ്. നേരത്തെയും ഗണേഷ് കുമാറിന് പെണ്ണ് കേസാകുമ്പോൾ അത് വ്യക്തിപരവും രാഹുൽ മാങ്കൂട്ടത്തിന് പെണ്ണ് കേസാകുമ്പോൾ അത് നാറ്റക്കേസും ഒക്കെ ആകുന്ന നിലപാടും ഒക്കെ നമ്മൾ കണ്ടതാണ്. എനിക്ക് മനസ്സിലാകാത്തത് ഇത്രയും വിവരവും വിദ്യാഭ്യാസവും സംസാരിക്കാൻ കഴിവുമുള്ള ഒരാളെ CPI എന്തുകൊണ്ട് വേണ്ട വിധത്തിൽ രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. എത്ര ക്ലിയർ ആണ് അവരുടെ സംസാരം. രാഷ്ട്രീയത്തിൽ ഉയരങ്ങളിലെത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വ്യാജ അഡ്രസ്സിൽ ഡ്രൈവിംഗ് ലൈസൻസും വ്യാജ IAS ഒപ്പിച്ചെടുത്ത ഈ പൂട്ടി അമ്മായിക്കെതിരെ DGPക്ക് കൊടുത്ത പരാതി അലമാരയ്ക്കകത്ത് പൊടി പിടിച്ച് കിടപ്പാണ്. അമ്മായി കുഞ്ഞമ്മയ്ക്കെതിരെ FBയിൽ പോസ്റ്റ് ഇട്ടപ്പം ഇറാന്റെ മിസൈലിനേക്കാൾ വേഗത്തിൽ നടപടി വരുന്നു. എന്താക്കെയല്ലേ കാര്യങ്ങൾ. ഒരു കോപ്പി IAS കാരിക്ക് കൂടി വെക്കാമായിരുന്നു എന്ന് പറയുന്നു. അന്തം കമ്മി രാജൻ ജോസഫും വ്യാജ IAS MA ഷഹനാസുമാണ് നിലവിലെ സിവിൽ സപ്ലൈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്ന് വ്യക്തം. ഇതുകൊണ്ടൊന്നും താങ്കളെ തകർക്കാനാവില്ല. നിങ്ങൾ നല്ല കഴിവുള്ള ഒരു ജനപ്രതിനിധിയാണ്. സധൈര്യം മുന്നോട്ട് പോവുക. എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ താങ്കൾക്കുണ്ടാകും. താങ്കളുടെ അനുഭവം ശ്രീമതി വൈഷ്ണ സുരേഷിനുണ്ടായ അനുഭവം പോലെ തന്നെയാണ്. വൈഷ്ണ സുരേഷിന്റെ വിഷയത്തിൽ നമ്മൾ ജയിച്ചു. ജൈന്റ് കില്ലർ വൈഷ്ണ മുട്ടടയിലും ജയിച്ചു. ഇനി താങ്കളുടെ ഊഴമാണ് എന്ന് വിട്ടുകളയരുത്, വിടരുത് എന്ന് പറയുന്നുണ്ട്. ഇനി രാഹുൽ ഈശ്വരും സമാനമായ രീതിയിൽ ഒരു പോസ്റ്റ്, അതായത് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയെ പിന്തുണച്ചുകൊണ്ട് ഉള്ള ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് മത്സരിക്കണമെന്ന് പൊതുജനമായ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ശ്രീനാഥ് ദേവി. ഇന്നലെ NDTV ഇംഗ്ലീഷ് ചർച്ചയിലും മികച്ച കൈയടക്കത്തോടെ ശ്രീനയെ പോലെയുള്ള യുവ നേതാക്കൾ പെർഫോം ചെയ്യുന്നത് കണ്ടു. അഭിമാനം തോന്നിപ്പോയി എന്നാണ് പറയുന്നത്. അതായത് ശ്രീനാഥ് ദേവി ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു നീക്കം തന്നെയാണ്. ആ ഇംഗ്ലീഷിലുള്ള പ്രസംഗമൊക്കെ തന്നെ നമ്മൾ കയ്യടിയോടുകൂടി കേൾക്കേണ്ട ഒന്ന് തന്നെയാണ്. എന്തായാലും ഷഹനാസാണ്, MA ഷഹനാസാണ്
ഈ ഒരു വിഷയം കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്. ഇത് ഷഹനാസും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുൽസിത്താമ്മയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ചീട്ട് കീറി എന്നൊക്കെ പറയും പോലെ വ്യാജ റേഷൻ കാർഡ് അധികാരികൾ കീറി കൊട്ടയിലിട്ടു. പൊതുവിതരണ വകുപ്പിന്റെ ഒരു ഉത്തരവ് പോസ്റ്റിനൊപ്പം കമന്റിൽ ചേർക്കുന്നു. അത് വിശദമായി വായിച്ചാൽ കാര്യങ്ങൾ ബോധ്യപ്പെടും. അങ്ങനെ ഒരു റേഷൻ കാർഡ് ഇല്ല എന്ന് പിടിച്ച ചേട്ടന്മാരോട് ആ കാർഡ് തന്നെ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഡേറ്റാബേസിൽ നിന്ന് നീക്കിയിട്ടുള്ളത്. പരാതിയുടെ നിജസ്ഥിതി അന്വേഷിച്ച് അയൽക്കാരോട് ഉൾപ്പെടെ അന്വേഷിച്ച് അങ്ങനെയൊരാൾ അവിടെ താമസിച്ചിട്ടേ ഇല്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കുൽസിത്താമ്മയുടെ വ്യാജ റേഷൻ കാർഡ് റദ്ദാക്കിയതെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിപ്പോ എന്താണെന്നും ഫാൻസിന്റെ അടുത്ത ചോദ്യം. കാര്യമുണ്ട്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരാൾക്ക് മത്സരിക്കണമെങ്കിൽ അയാൾ പത്തനംതിട്ട ജില്ലയിലെ സ്ഥിര താമസക്കാരനായിരിക്കണം. അതാണ് തെരഞ്ഞെടുപ്പ് ചട്ടം. കൊല്ലം ജില്ലക്കാരിയായ കുൽസിത്താമ്മ പത്തനംതിട്ടയിൽ വന്ന് വ്യാജ റേഷൻ കാർഡ് ഉണ്ടാക്കി. ആ വിലാസത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ വോട്ടർ പട്ടികയിൽ വ്യാജമായി ഇടം നേടിയത്. വ്യാജ വോട്ടറാണ് എന്ന് പരാതി ഉയർത്തി ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും ഇലക്ഷൻ കമ്മീഷനിലും ഇവർക്കെതിരെ നിയമ നടപടി നടന്നു വരുന്നുണ്ട്. ഇനി ഈ ഉത്തരവ് മാത്രം അവിടെ ഹാജരാക്കിയാൽ മതി. മെമ്പർ നെറ്റിപ്പട്ടം ഊരി വെക്കാം. അത് അധികം വൈകാതെ തന്നെ നടക്കും. കൂടെ ഒരു 6 വർഷത്തെ അയോഗ്യതയും കയ്യിൽ കിട്ടും. ധാർമ്മികത ഏതുമില്ലാതെ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് ഇരിക്കാമെന്ന് മാത്രം. സാങ്കേതികമായി എണീപ്പിച്ചു വിടുന്ന ദിവസം ഉടനെ തന്നെ വരും. അന്ന് കുമളയല്ല, ലൈവിൽ വന്ന് മാലപ്പടക്കം തന്നെ പൊട്ടിക്കും. ഈ നിയമസഭാ ഇലക്ഷനിൽ മെമ്പറായിരിക്കുന്ന ജില്ലയിൽ കുൽസിത്താമ്മയ്ക്ക് വോട്ടും ഉണ്ടാകില്ല. പോരാത്തതിന് ഫോർജറിക്ക് ക്രിമിനൽ കേസും തലയിൽ വെച്ച് കിട്ടും. ഇത്രയും ഗതികെട്ടവൾ ഈ ലോകത്ത് വേറെ കാണില്ല. വല്ലവരുടെയും റേഷൻ കാർഡിൽ എന്നെ കൂടി ഉൾപ്പെടുത്താൻ പറഞ്ഞ് ഹൈക്കോടതിയിൽ ചെന്നാൽ ഹൈക്കോടതി ജംഗ്ഷൻ മുതൽ മറൈൻ ഡ്രൈവ് വരെ അടിച്ചോടിക്കും. പ്രിയപ്പെട്ട മാധ്യമങ്ങളെ, ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ റേഷൻ കാർഡ് വെട്ടിക്കളഞ്ഞ ഭരണകൂട ഭീകരത എന്നും പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് വാർത്തയാക്കാന്നേ. ഉത്തരവ് വായിച്ചു നോക്കുന്ന കാര്യബോധമുള്ളവർക്ക് തിരിയും എത്ര വലിയ ഉടായിപ്പാണ് കുൽസിത്താമ്മ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന്. എന്നാലും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊന്നാണ്. ചങ്കരന് പറ്റിയ ചങ്കി തന്നെ എന്ന് ഇത്ര കൃത്യമായി വന്നോളൂ. നാളെ ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കിയെന്ന് വരാം. പക്ഷെ ആദിവിക്കായം പുറത്തുവിട്ടത് ഞാനാണെന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. ദൈവം എന്നുമുണ്ട്. ആ ദൈവം ആരുടെയും സ്വന്തം മാത്രമല്ല എന്നുള്ളത്. എന്തായാലും ഇതിന് ഇനി പണി വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഇച്ചിരി ഉളുപ്പെങ്കിലും നിങ്ങൾക്ക് ആവാമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഒപ്പം അതുപോലെ തന്നെ താത്തയ്ക്ക് മുള്ളുമുരുക്ക് ബെസ്റ്റാണ്, വേറെ ഒന്നും വേണ്ട, സ്വന്തം കാര്യത്തിൽ കൂടി തെളിയിക്കാൻ ഒരു ആവേശം കാണിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം അതിനവർ മറുപടി അത് അവർക്ക് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ തരികിട വ്യാജ IAS അത്ര വരില്ല, IAS പ്രിയ സജീഷ് എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ തെളിയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞ് MA ഷഹനാസൻ തിരിച്ച് മറുപടി നൽകുന്നുണ്ട്. അയ്യവ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കള്ളി കുഞ്ഞമ്മയാണ് ഇപ്പോൾ സൈബർ കൊങ്കികൾക്കും മുരാരികൾക്കും ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയും റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞവർ നിരവധിയാണ്. അവർ തെളിയിച്ചാൽ തിരികെ കിട്ടും ഈ റേഷൻ കാർഡ്. പിന്നെ അവർക്കെതിരെ മത്സരിക്കുന്ന സമയത്ത് എതിർ പാർട്ടിക്കാർ സത്യവാങ്മൂലം കണ്ടില്ലേ, ഇത്രയും വലിയ കുറ്റങ്ങൾ ചെയ്തുവെങ്കിൽ പിന്നെ അവർക്ക് IAS ബുദ്ധിയൊന്നും കാണില്ല, അതാകും എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും ഈ ഒരു വിഷയത്തിൽ നടക്കുക എന്നുള്ളത്.